ഹലോ, എല്ലാവർക്കും വിസ്മയാസ് ക്രിയേഷൻസിലോട്ട് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു വോൾ ഹാങ്ങിങ് ആണ്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു കാർഡ്ബോർഡ് എടുത്തിട്ടുണ്ട്. നമുക്കതിന് ചുറ്റിലുമായിട്ടൊരു ഫ്രെയിം പോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാൻ ന്യൂസ് പേപ്പർ റോളാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ ഇതിന് മുമ്പുള്ളൊരു വീഡിയോയിൽ എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചിട്ടുണ്ട്. ഇപ്പോൾ എല്ലാവർക്കും അറിയാമായിരിക്കില്ല, അതുകൊണ്ടാണ് ഞാൻ പിന്നെയും കാണിക്കാത്തത്. അപ്പം ഞാനത് ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ അത് ഒട്ടിച്ചതൊക്കെ ജസ്റ്റ് ഒന്ന് ഉണങ്ങിയതിന് ശേഷം നമുക്കതിനൊന്ന് പെയിൻറ്റ് ചെയ്യണം. ഞാനിവിടെ ബ്ലാക്ക് കളർ ആക്രിലിക് പെയിൻ്റാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്കൊരു ബ്രഷ് ഉപയോഗിച്ചിട്ടൊന്ന് അടിച്ചു കൊടുക്കാം. നമ്മൾ വെള്ളം ചേർക്കാതെ അടിക്കണം കേട്ടോ, എങ്കിലേ നന്നായിട്ട് അവിടെ പിടിച്ചിട്ട് നല്ലൊരു ഫിനിഷിംഗ് ഒക്കെ നമുക്ക് കിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ബേസ് ബോർഡൊക്കെ നന്നായിട്ട് ഉണങ്ങിയൊക്കെ കിട്ടിയിട്ടുണ്ട്, നല്ല ഫിനിഷിങ്ങിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലൊരു ഫ്ലവർ വേസ് പോലെയൊരു സംഭവം ഒട്ടിച്ചു കൊടുക്കണം. അതിനായിട്ട് ഞാനിവിടെ ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു ബൗളുണ്ടാവില്ലേ, അപ്പോൾ അതൊന്ന് ഹാഫായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് അതാണ് ഞാനവിടെ ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇതേ കണ്ടില്ലേ, ഇതുപോലെ വെച്ച് നോക്കുന്ന സമയത്ത് നന്നായിട്ട് അവിടെ ഇരിക്കുന്നുണ്ട്. ഞാനത് ഗ്ലൂ ഗൺ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ അതൊക്കെ ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് ഫ്ലവേഴ്സ് ഉണ്ടാക്കാം. അതിനായിട്ട് ഞാനിവിടെ പഴയ ഒരു തുണീൻ്റെ മുകളിൽ ഒരു റൗണ്ട് ഷേപ്പ് ഒരു മാർക്കർ ഉപയോഗിച്ചിട്ടൊന്ന് വരച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് വേണേൽ യൂസ് ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് കത്രിക ഉപയോഗിച്ചിട്ട് അതൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഞാനിപ്പോൾ അതേ ഇവിടെ ഒരുപാടെണ്ണം കട്ട് ചെയ്തെടുത്ത് വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഇതുപോലെ പല ഷെയ്ഡ്സിലാണ് ഞാൻ കട്ട് ചെയ്തിരിക്കുന്നത്. എല്ലാം ഒന്ന് മാച്ചായിട്ട് വരുന്ന ഒരു ഷെയ്ഡ്സിലാണ് കട്ട് ചെയ്തെടുത്തിരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഫ്ലവർ ഉണ്ടാക്കാൻ തുടങ്ങാം. ആദ്യമേ തന്നെ നമ്മൾ റൗണ്ട് എടുത്തിട്ട് അതിനൊന്ന് ഹാഫായിട്ട് മടക്കുക. എന്നിട്ട് അതിനെ വീണ്ടും ഒന്ന് ഹാഫായിട്ട് മടക്കുക. ഇതുപോലെ ഒരു കോൺ ഷേപ്പിൽ കിട്ടും. ഇനി നമ്മൾ ആദ്യമേ തന്നെ സൂചി നൂലും ഒന്ന് കോർത്തെടുത്ത് വെക്കണം കേട്ടോ, അത് ചെയ്യുന്നതിന് മുമ്പേ. എന്നിട്ട് നമുക്ക് അതിലൊന്ന് തുന്നിക്കൊടുക്കാം. നമ്മൾ റണ്ണിങ് സ്റ്റിച്ച് എന്നൊക്കെ പറയില്ലേ, അതുപോലെ ഒന്ന് തുന്നിക്കൊടുക്കാം. തുന്നിയതിന് ശേഷം നമ്മളതൊന്ന് വലിച്ചു കൊടുക്കുക. അങ്ങനെ നമുക്ക് ഒരുപാടെണ്ണം കോർത്തെടുക്കണം. ഇതാണ് നമ്മുടെ പെറ്റൽസ്. ഇവിടെ ഒരു ഫ്ലവറിനായിട്ട് ഒരു 7 പെറ്റൽ വരെയൊക്കെ കൊടുക്കുക കേട്ടോ. ഞാനിവിടെ കുറച്ച് വലിയ ഫ്ലവറാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്, അതുകൊണ്ടാണ് 7 പെറ്റൽ വരെയൊക്കെ കൊടുത്തത്. ഇനി നമുക്കതിനെ ഒന്ന് കൂട്ടിയിട്ടൊന്ന് കെട്ടിക്കൊടുക്കാം. അപ്പോൾ അതേ നല്ല ടൈറ്റിൽ തന്നെ കെട്ടിക്കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് നടുവിലായിട്ട് എന്തെങ്കിലും ഒന്ന് ഒട്ടിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ഞാനിപ്പോൾ ഇവിടെ ഒരു സ്റ്റോണാണ് എടുത്തിരിക്കുന്നത്. ഇത് ഞാൻ പഴയ ഡ്രസ്സിൽ നിന്ന് എടുത്താണ് കേട്ടോ. ഇനി നമുക്കതൊന്ന് തുന്നിക്കൊടുക്കാം. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫാബ്രിക് ഗ്ലൂ ഉപയോഗിച്ചിട്ട് ഒട്ടിച്ചും വെക്കാം കേട്ടോ. ഇനി നമുക്കത് നമ്മുടെ ഒരു ബേസ് ബോർഡിൻ്റെ മുകളിലൊന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഞാനിവിടെ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ടാണ് ഒട്ടിക്കുന്നത് കേട്ടോ. അപ്പോൾ ഞാനത് നല്ല രീതിയിൽ ഒട്ടിക്കാനായിട്ട് ഞാൻ വൈറ്റ് ഒരു പെൻസിൽ ഉപയോഗിച്ചിട്ടൊന്ന് വരച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ചു വെക്കാൻ പറ്റുമല്ലോ. ഇത് കണ്ടില്ലേ, ഇതിൽ ഞാൻ 4 പെറ്റലേ കൊടുത്തിട്ടുള്ളൂ. അതുപോലെ മുഴുവനായിട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന് സ്റ്റെമ്മായിട്ട് ഞാനിവിടെ ഗോൾഡൻ കളർ സ്റ്റോണാണ് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ന്യൂസ് പേപ്പർ റോള് കൊടുക്കാം, എന്ത് വേണമെങ്കിൽ കൊടുക്കാം. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വേണമെന്നുണ്ടെങ്കിൽ ചെയ്യാം. ഞാനിപ്പോൾ ഇവിടെ സ്റ്റോണാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ മുഴുവനായിട്ട് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിന് ഇലകളായിട്ട് ഞാനിവിടെ തുണിയിൽ നിന്ന് തന്നെ പല ഷേപ്പിലുള്ള ഇലകൾ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി അത് ഞാൻ ഒക്കെ ഫെവിക്കോൾ ഉപയോഗിച്ചിട്ട് തന്നെയാണ് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഞാൻ കണ്ടില്ലേ, ലൈറ്റ് ഗ്രീൻ, ഡാർക്ക് ഗ്രീൻ അങ്ങനെയൊക്കെയാണ് വെട്ടിയെടുത്തിരിക്കുന്നത് കേട്ടോ. ഇനി നമുക്കിത് ആ ഒരു ന്യൂസ് പേപ്പർ റോളിൻ്റെ മുകളിലായിട്ട് നമുക്ക് നമ്മളെ ഫ്ലവറിൻ്റെ നടുവിൽ കൊടുത്തില്ലേ ആ ഒരു സ്റ്റോൺ തന്നെ, അതൊന്ന് നമുക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാം.
അതുപോലെ തന്നെ ഞാൻ നമ്മുടെ ഫ്ലവർ വേസിന് ഞാൻ ഇതുപോലെ ഒരു തുണി ചുറ്റി കൊടുക്കുന്നുണ്ട്. അത് ആ ഒരു കറക്റ്റ് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് അതൊന്ന് അവിടെ ഒട്ടിച്ചു കൊടുക്കുകയാണ് കേട്ടോ. ഇനി ഞാൻ ന്യൂസ് പേപ്പർ റോളിന് ഗോൾഡൻ കളർ ഉപയോഗിച്ചൊന്ന് ടച്ച് ചെയ്തും കൊടുക്കുന്നുണ്ട്. പിന്നെ ഞാൻ നമ്മുടെ ഫ്ലവർ വേസിന് കുറച്ച് ലേസും ഫ്ലവേഴ്സും ഒക്കെ ഒട്ടിച്ചും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു ചെറിയൊരു വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് ഞാൻ കരുതുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഇതിന് ലൈക്ക് തരിക. പിന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ എന്തായാലും നിങ്ങൾ കമൻറ്റും ചെയ്യണേ എങ്ങനെയുണ്ട് ഇന്നത്തെ വീഡിയോ എന്ന്. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും താങ്ക് യു.